സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക്. പിന്നെ പറയാനുള്ള കാര്യമൊന്നുമില്ല, കുറെ നീണ്ട ഇടപാട് വാട്ട് ഇറ്റ് ഈസ് സേ long time. It's been a long time. I don't know in Malayalam how to say it, how to pronounce it. ഒരുപാട് what is this? ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും യൂട്യൂബിലേക്ക് കയറി വന്നത്. പക്ഷേ ഇനി യൂട്യൂബ് തുടങ്ങാനുള്ള മോട്ടിവേഷൻ ഒരേ ഒരാളാണ്, അതാണ് എൻ്റെ അമ്മ. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ചിരിക്കാൻ മാത്രമുള്ളൂ. നിങ്ങളൊക്കെ പറയും. 2 ദിവസം യൂട്യൂബ്, 2 ദിവസം പനി, 2 ദിവസം ജിമ്മ്, 2 ദിവസം ഫുഡ് അല്ലേ? ഉറക്കം മാത്രം 24 hours. നടക്ക് ഉള്ളിലേക്ക് കാണിക്കാം. ഹോം ടൂർ കാണിക്കാം. അടുക്കളയിലേക്ക് കൊണ്ടുപോകണ്ടാണ്. എൻ്റെ അമ്മല്ല അടുക്കള കൈ പെരുമാറിന്. അവിടെ വെള്ളം വീണ എങ്ങനെയാ? സോ ഗൈസ്, ഇതാണ് എൻ്റെ വീട്. ഇത്ര വലിയ കൊട്ടാരത്തിൽ താമസിച്ചിട്ട് ഞാനൊക്കെ ഹെവൻലി ബ്ലെസ്ഡ് ആണ്. ഞാൻ കറക്റ്റ് ശരിക്കും പറഞ്ഞ ഇത് പുതിയ ടൈലാണ് മിത്രോ. ടൈലൊക്കെ നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ ടൈലുള്ളൂ. ഇതൊക്കെ ഭയങ്കര കോടി. ഇത് സ്വർണത്തിന്റെ ടവലാണ്. അതൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊന്നും നോക്കണ്ട. എത്ര റൂമുണ്ട്? 1, ഇത് 2. കണ്ട, ഞങ്ങളൊക്കെ റൂമിൽ മെറ്റലും ഇതൊക്കെയാ വെക്കണ. അല്ലാണ്ട് നിങ്ങളെ പോലെ സോഫയും സെറ്റ് ഒന്നല്ല. അല്ലേ അമ്മ? ഇതാണ് അടുക്കള. ഗൈസ്, ചെക്ക് ദ അടുക്കള. ഹൗ ഇസ് ഇറ്റ്? ആരോ ഒരാൾ വിളിക്കുന്നുണ്ട്. ഇറ്റ്സ് എ കൂരിയുടെ കോളാണ്. ചങ്ങിന്റെ എവിടെടാ? പോവാ എവിടേക്കെങ്കിലും ട്രിപ്പ് അടിക്കാൻ? അല്ല പിന്നെ നമ്മക്കിണ്ട് മഴ, എന്ത് മഴ? പൂവടാ വട, നല്ല സീനാണ്. നല്ലൊരു സീൻ പറയും. നല്ലൊരു എന്താ പറയാ, ഒരു അടിപൊളി നല്ലൊരു സ്ഥലം. ഇപ്പൊ അങ്ങനെ ചില്ലായിട്ടിരിക്കാനുള്ളൊരു സ്ഥലം. ഒരാൾ ലിറ്റർ മേടിക്കാം. എന്ത് പറയണു? സീനില്ല. വണ്ടി തന്നെ എടുക്കാം. എന്റെ വണ്ടി സീനില്ല, കുഴപ്പമില്ല, എല്ലാതും സെറ്റാണ്. റെയിൻകോട്ട് ഇടാ, വണ്ടി എടുക്ക, നേരെ പറയാ പോവാ, 1 ലിറ്റർ മേടിക്കുക. പിന്നെ മേടിക്കുമെങ്കിൽ ചില്ലായിട്ട് ഒരു സ്ഥലത്തേക്കുള്ള പോവാ. എന്നാ പിന്നെ കൂടെ നമുക്ക് എവിടെയാണ് നല്ലൊരു സ്ഥലം പറയുന്നത്? ഊട്ടി പറ്റില്ല. ഊട്ടി ഭയങ്കര ലോങ്ങ്. ഏത് സ്ഥലം അപ്പോ അടുത്തുള്ളത്? അതിരപ്പള്ളി. ഓടാ, ഇവിടുന്ന് 1 മണിക്കൂറല്ലോ. ഇവിടുന്ന് 1 മണിക്കൂറല്ലോ. അതിനിപ്പോ എന്താ? പെട്രോളുണ്ട് വണ്ടിയിൽ, കാശുണ്ട് കയ്യിൽ, പിന്നെന്തിട്ടാ. പിന്നെ നല്ലൊരു വെള്ളച്ചാട്ടം ഇതൊക്കെ കാണാനവിടെ. മലയ, പിന്നെ എന്നിട്ട് പറയാ കോടൽമഞ്ഞ, എന്നിട്ട് പറയുന്ന കോട. യെസ്, അതൊക്കെ കാണാൻ. മഴയത്തല്ലട ഇറങ്ങണ്ടേ, അല്ലെങ്കിൽ വീട്ടിൽ കുത്തി ചടഞ്ഞ് പിടിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എന്താണ് വ്യൂ മോനെ എൻ്റെ വീടിന്റെ പുറത്ത്. നീ ഒന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാ ഹൗ എന്താ രസം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാട്ടിലേക്ക് പോവാം. എന്ത് പറയണു? ആടാ നല്ല രസമാണ് ട്രാക്കിങ്. മോൺസൂൺ ട്രാക്കിങ് കേട്ടിട്ടില്ലേ? വല്ല VIP മാരൊക്കെ ഈ 5000-10000 കൊടുത്തിട്ട് ടൂർ പാക്കേജ് എടുത്തിട്ട് മോൺസൂൺ ട്രാക്കിങ്ങിന് പോകണം. എന്നിട്ട് ഇവിടെ ഫ്രീയിൽ കിട്ടുന്നുണ്ട് സാധനം, എന്നിട്ട് പോകണില്ല. എന്താണത്? എന്താണ് മോളെ? വാട പോടാ, സെറ്റാക്കടാ. എനിക്ക് എന്താ പ്രശ്നം? പറയും. അയ്യേ വയ്യാന്നൊക്കെ പറയല്ല നീ. എന്തുവാടാ? അയ്യ ചോറുണ്ടാക്കി കിടന്ന് ഉറങ്ങും. നമുക്ക് ചോറൊക്കെ അവിടെ പോയി തിന്നാവാ. നല്ല
നല്ലൊരു മലപ്രദേശത്തിൽ നല്ല എന്താ പറയുക ഹൈറ്റുള്ള സ്ഥലത്ത് പോയിരിക്കും. പാടാ ഇവരും വിളിച്ചോ, അനുജത്തിനെ വിളിച്ചോ, അവനും കൂടി ഉണ്ടല്ലോ, ചിലപ്പോൾ ഉണ്ടാവും. ക്ലാസ്സിൽ നിന്ന് പോകാൻ പോകില്ല, പോയിണ്ട കുഞ്ഞോ നാളെ പോടാ. എന്തോ നല്ലൊരു സ്ഥലം. എങ്ങനത്തെ സ്ഥലം എന്നറിയാം ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പിന്നെ കാണാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല, അതെനിക്കറിയാം. അതാണ് നിങ്ങളെ വിളിച്ചത്. ഞാൻ വിളിക്ക് സെറ്റാണ്. അടുത്തത് എന്നാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ കൈ പറ്റി ഇവിടുന്ന് പോവാ. 1/2 ലിറ്ററൊക്കെ വെറുതെ പറഞ്ഞാണ്. 1/2 ലിറ്ററും 1 ലിറ്റർ ഒന്നും മേടിക്കില്ല. നമ്മൾ ജസ്റ്റ് ചില്ല് ചെയ്യാൻ വേണ്ടി ഒരു എന്താ പറയുക നല്ലൊരു അടിപൊളി സ്ഥലം. ലൈക്ക് ഹിമാചൽ പ്രദേശത്തിലൊരു സ്ഥലമുണ്ട് എൻ്റെ കൂട്ടുകാരൻ പോയിന്റ്. ലൈക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അടിയിൽ മേഘം. ലൈക്ക് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുക, അടിയിൽ ഫുള്ളും മേഘം. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനാണ് ഞാനിപ്പോൾ ഇട്ട് നോക്കുന്നത്. അപ്പം ആദ്യം പോയി അമ്മയോടൊന്ന് ചോദിക്കാം പോണോ പോകണ്ടായിരുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഹലോ അമ്മ, ബ്രോ. ഹായ്. നല്ല ദോശ ഇതൊക്കെ പാക്ക് ചെയ്ത അമ്മ. ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ചിക്കൻ ആൻഡ് ദോശ. വാട്ട് എ കോമ്പിനേഷൻ മാൻ, വാട്ട് എ കോമ്പിനേഷൻ. ഐ ആം ബ്ലെസ്ഡ്. ഞങ്ങളൊരു മലപ്രദേശത്തേക്ക് പോവാണ്. ഈ മഴയത്ത് എങ്ങും പോകില്ല. പറ്റില്ല. ഇതൊക്കെ ആസ്വദിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. നിങ്ങൾ ഈ പറയണ പോലെ കൂലിപ്പണി പട്ടിപ്പണി എടുത്തിട്ട് കാര്യമില്ലേ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആസ്വദിക്കേണ്ട സംഭവമാണ്. നേച്ചേഴ്സ്. ഈ മഴയത്ത് വെള്ളം കാണാനോ പാറ കാണാനോ, വെള്ളം കാണാൻ പോണം, പാറ കാണാൻ പോണം. പക്ഷെ അതിനൊക്കെ ഒരു സേഫ്റ്റി മെഷർമെന്റ് ഉണ്ട്. അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ പോകണുള്ളൂ. മോനെ നീ വലിയ വാചകമൊന്നും പറയണ്ട. ഇതിനേലും വലിയ തമ്പരാക്കന്മാര് പോയിട്ട് ചത്തിട്ട് ശവം കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് നമ്മൾ ചാനലിൽ പോകണം. വി ആർ ഗോയിങ് ടു ബി എൻജോയിങ്. പോവാൻ പറ്റില്ല. What the hell man? വെള്ളം കാണാനും കടൽ കാണാനും പുഴ കാണാനും ബീച്ച് കാണാനും ഇപ്പോഴല്ല പോവാ. ശരിയായോ ബീച്ച്? ഞാൻ ഒന്നും കാണാൻ പോകാൻ പറ്റില്ല. ബീച്ച് പോരാ, ഇതുണ്ട് സെറ്റ് ഓപ്ഷൻ. ഞാൻ വില്ലേരിയ പറഞ്ഞ ബീച്ച് അമ്മയ്ക്ക് ഒരു ഐഡിയ ക്ലിക്ക് അയ്യാ. ബീച്ച് ആരുടെ കൂടെ നീ പോകണം? ഞാനും കൂരി കുഞ്ഞിനും പോവും. അവനുണ്ടാവും. എന്താണ് ഇങ്ങനെ അമ്മ എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ്. അയ്യോ മഴയില്ലാത്ത സമയത്ത് ആരെങ്കിലും കാട് കാണാൻ പോവും. അയ്യേ ഇതൊക്കെ എവിടെ ജീവിക്കണം? പഴയ ജനറേഷൻ. 2000s അല്ല 90s. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. എനിക്ക് കഴിക്കാൻ ഇപ്പൊ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം നേച്ചർ, സം ഓക്സിജൻ, സം കാർബോഹൈഡ്രേറ്റ്സ്. ചോക്കിങ് ഗൈസ്. കഴിച്ചിട്ട് കഴിക്കാൻ എന്നിട്ടുള്ള നോക്കട്ടെ. കഴിക്കാൻ മാളെ സെറ്റായി വെച്ചാണ്. നല്ല ചൂട് അപ്പം. നല്ല അയ്യേ ചിക്കനില് കായിട്ടാ നശിപ്പിച്ചു. ഇന്നലെ കായിടാണ്ട് നശിപ്പിച്ചു മോള്. എനിക്ക് കായിടാണ്ട് വെക്കാറുന്നില്ലേ. എനിക്ക് കായ ഒട്ടും ഇഷ്ടമല്ല. ഫൈബറും പ്രോട്ടീനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ചിക്കനിൽ കായിടണത് ഒരു രസമുണ്ടാകും. ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ കഴിച്ച് വയറ് ഫുള്ളാക്കി ട്രാക്കിങ്ങിന് പോകണം. സീ മൈ വയർ ഗൈസ്, ദിസ് ഈസ് മൈ വയർ. കുറയ്ക്കണം. പിന്നെ വന്നിട്ട് പോകണം ജിം അടിക്കാൻ, സെറ്റ് അടിക്കാൻ. അപ്പൊ ഇന്ന് നമ്മള് ചെയ്യണത് കാർഡിയോ സെക്ഷൻ. എന്താണ് വാചാണ്. ഞാൻ അമല് വരുന്നുണ്ട്. അമലിന് സമയമില്ലാത്ത അമല് ട്രാക്കിങ്ങിന് വരുന്നില്ല. അവൻ ഏതൊരു സ്ഥലം പറഞ്ഞു. എനിക്ക് അവൻ ഇന്നലെ ഏതൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായി. വാളയാറാ ഒരു വി കൊണ്ടൊരു സ്ഥലം തുടങ്ങുന്നുണ്ടല്ലോ. വേമാളനാ വേട്ടാളനാ പറയണ സ്ഥലം. നല്ലൊരു സ്ഥലമായിരുന്നു ഗൈസ്. നല്ല അടിപൊളി എന്താ പറയാ ചില്ലായിരിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു. വാഗമൻ അമ്മ. വാഗമൻ ഹിൽസ്.
വാഗമൺ ഹിൽസ്. അവിടേക്ക് പോകാൻ ഇന്നോട് പറഞ്ഞു അവൻ. ഇന്നലെ പറഞ്ഞു ജിമ്മിൽ വെച്ചിട്ട് വാഗമൺ ഹിൽസിലേക്ക് പോകാന്ന്. വണ്ടി ഉണ്ട്, 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ മതി ഡോമിനാറിൽ. പിന്നെ തെറിയുള്ളൂ, പൈസ ഒന്നും വേണ്ട. സോ ഗൈസ്, കുറച്ച് ഭക്ഷണമുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. എന്തായാലും പോയിരിക്കും. ഈ മഴയത്തല്ല, കൊടും മഴയത്താണ് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ മഴ ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ടൈൽസിന് ഒരു പ്രത്യേകത എന്തെങ്കിലും തോന്നണ്ട? എന്താ പറയണു മോളെ? എന്താണ് പറയണു? വിശക്കുള്ള പേരെന്താ? അമ്മേനെ ഫോക്കസ് ചെയ്യാ. ഫോക്കസ് ശരിയായിട്ട് ഞാൻ പോവും. എന്തായാലും ഫുഡ് അടിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഫുഡ് അടിച്ചിട്ട് കാണാം. $360 views. വ്യൂ നോക്കിയാൽ മോനെ, എന്താല്ലേ ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. നാളെ വരണ ഇതിലൊക്കെ വ്യൂ ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? മയില് ഇവിടേക്കൊന്നും വരാൻ പറ്റില്ല, കാടാണ്, ഫുൾ കാട്. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഹോം. സോ ഇന്നത്തെ പരിപാടി അത്രയ്ക്ക് ഉണ്ടായുള്ളൂ. ഇനി സമയം നോക്കട്ടെ. സമയം 8:10 ആണെന്ന് തോന്നുന്നു. 8:10. ടൈം ടു ഗോ ടു ദ ജിം. ഓക്കെ, ഇനി നേരിട്ട് ജിമ്മിൽ കാണാം. ജിമ്മിൽ ഫോണ് അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. എത്ര ഒഴിവാക്കാൻ പറ്റണം അത്ര ഒഴിവാക്കാണ്. അപ്പോൾ ഇനി 8 to 10 ജിം, അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ടിൽ ദെൻ കീപ് വാച്ചിങ്. ഞാൻ മരിക്കാണ്ട് വീട്ടിൽ എത്തിയത് എന്തെങ്കിലും പറയണ്ട. ഇത്ര വലിയൊരു സംഭവത്തിൽ പോയിട്ട് ഞാൻ മരിക്കാണ്ട് തിരിച്ചു വന്നു. എന്തെങ്കിലും പറയണ്ട, ഒന്നും പറയാനില്ല. എക്സ്പ്രഷൻ കണ്ടാൻ അറിയാം, ഒന്നും പറയാനില്ല. നത്തിങ് ടു സേ. സോ ഡോണ്ട് വറി ഗൈസ്, ടേക്ക് റിസ്ക് എടുക്കുക, ചെയ്യുക. ബി അഡ്വെഞ്ചറസ്, ബി വൈൽഡ്, but in a proper way. I am saying this continuously, but in a proper way. There is been some protocol, അത് കുറച്ചൊക്കെ പാലിക്കാണ്ടിരിക്കാം. ദാറ്റ്സ് അവർ ചോയ്സ്. ബട്ട് റിസ്ക് എടുക്കുക, ടേക്ക് യുവർ ഓൺ റിസ്ക്. വെറുതെ റിസ്ക് എടുക്കാം. ഇത്ര ഒരു പുഴയുള്ള ഒരു വാട്ടർഫോളല്ല, അതൊക്കെ ചാടി കിടക്കാം, സിമ്പിളാണ്. ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാൻ. പോയി കഴിഞ്ഞാൽ ചത്തു, അമ്മ പട്ടിണി, വീട്ടിലാരൊക്കെ അവരൊക്കെ പോവും. അത് 2 ദിവസം കറിയും, 3 ദിവസം കറിയും, 4 ദിവസം കറിയും. പിന്നെ കറച്ചിലൊന്നും ഉണ്ടാവില്ല, മണം മറക്കും, നമ്മൾ ചാവാവും. നമ്മളിവിടെ എക്സ്പെക്ടേഷനൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടാവും, നമ്മളത് ചെയ്യും, ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളൂ. ഗോ അറ്റ് യുവർ ഓൺ റിസ്ക്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ റിസ്കിലാണ് പോയത്. അവർ 2 കസിൻസിന് 2 എല്ലാ കാര്യങ്ങളും അറിയാം.
അവർക്ക് എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത്. അവരെ ഫസ്റ്റ് ടൈം ഒന്നല്ല, എൻ്റെ ഫസ്റ്റ് ടൈമാണ് ക്രോസ് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ ആ ഫോഴ്സിൽ ഞാൻ ഫോൺ പിടിച്ച് ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ നിന്നുണ്ടെങ്കിൽ പെട്ടല്ല, ഞാൻ ആ വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് പോയാന്. അത് കാരണം ഞാൻ വ്ളോഗ് കുറച്ചൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത്, സേഫസ്റ്റ് സ്ഥലത്ത് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം പോയി ഞാൻ എടുത്തിട്ടുള്ളൂ. അത് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിക്കണുള്ളൂ. പിന്നെ ബാക്കിലത്തെ സംഭവം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു ക്രോസ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അത് ഭയങ്കര ഡേഞ്ചറാണ്. അത് ഞാൻ ക്രോസ് ചെയ്തു, കടന്നു, എങ്ങനെയൊക്കെ കടന്ന അതിൻ്റെ ബാക്കിൽ കൂടെ പോയിട്ട് ഇവർ രണ്ടാളും പറഞ്ഞു പിന്നൊരു വ്യൂവും കൂടി ഉണ്ട്. ആ വ്യൂ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇനിയൊരു വ്യൂ കൂടി ഉണ്ട്, ആ വ്യൂ കൂടി പോയി കാണാം. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിന്റും പോയി കണ്ടിട്ട് തൃപ്തിപ്പെടാണ്ട് പിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അടിയിൽ പോയപ്പോഴാണ് നല്ല ബെസ്റ്റ് ആയിരുന്നു. സാറ്റിസ്ഫൈഡ്. ഉള്ളിൽ ഇത്രയും റിസ്ക് എടുത്തതിന് കുറച്ച് കാര്യം ഉണ്ടായി. വാവ്, ദാറ്റ്സ് നൈസ്. അപ്പോൾ അത് കുഴപ്പമില്ല. ബട്ട് ഭയങ്കര റിസ്ക് ആണ്. നിന്ന് പോയെങ്കിൽ കിട്ടില്ല. അവിടെ ഒരു വട്ടം ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അധികം പറയേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ അത്രയും സ്മാർട്ടാണ്, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കണ പോലെ സെയിം വീഡിയോസ് അല്ല. പക്ഷേ ഒരു വ്ളോഗ് എടുക്കാൻ പോണ ഒരു ഇതിൽ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ വ്ളോഗറാണ്, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ നടിയിൽ നിന്ന് പോസ്റ്റ് അടിക്കുക, അത് ചെയ്യും, അതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അപകടമാണ്, റിസ്ക്കാണ്. അപ്പം എനിക്ക് ആ റിസ്ക് എനിക്കൊരു ലെവലുണ്ട്, ആ റിസ്ക് ഞാൻ എടുത്തു. പക്ഷേ ബാക്കിൽ ഞാൻ വീഡിയോസ് ഇടാം, അത് കണ്ടോ. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ എക്സ്പ്ലോറേഷൻ. പിന്നെ ഇനി ജിമ്മിൽ പോയിട്ട് കുറച്ച് റെപ്സ്. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ജിമ്മിലത്തെ. അപ്പോൾ അധികം ഉണ്ടാവില്ല, കാർഡിയോ സെക്ഷൻ മാത്രമേ ഉള്ളൂ. ആദ്യം വെയിറ്റ് എടുക്കണില്ല. ട്രെയിനർ പറഞ്ഞു വെയിറ്റ് എടുക്കണ്ടാണ്. സോ ഓക്കെ, വെയിറ്റ് എടുക്കണ്ട, കുഴപ്പമില്ല. പക്ഷേ ഞാൻ പോവും, കാർഡിയോ സെക്ഷൻ ചെയ്യും. വെയിറ്റ് എടുക്കാനാണെങ്കിൽ ചെസ്റ്റ് അടി. എനിക്ക് ഓൾറെഡി 1.5 years എക്സ്പീരിയൻസ് ഉള്ള കാരണം ദർ ഈസ് നോ പ്രോബ്ലം. അവർ വെയിറ്റ് എടുക്കാൻ പറയുകയാണെങ്കിൽ ഐ വിൽ ഗോ ഫോർ ദ ചെസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ചെസ്റ്റ് ശരിയാക്കും. ചെസ്റ്റ് ഫോം ചെയ്തിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ ഷോൾഡർ ചെയ്യും. പിന്നെ ബൈസെപ്സ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പോൾ ഈ 3 സെറ്റ് ചെയ്യും, അതൊക്കെ ഉള്ളൂ. പിന്നെ വന്നിട്ട് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഡയറ്റും പ്ലാനും കാര്യങ്ങളും അതൊക്കെ കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺ, കീപ് വാച്ചിങ്. ഓക്കെ, താങ്ക് യു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ജിമ്മിന്ന് വരുന്നതാണ്. ഇനി ഇവിടെ ഡയറ്റ് കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ഡയറ്റ്. ഇത് കഴിക്കാനാണ് പറഞ്ഞേ. 4 egg white, കുറച്ച് സാലഡ് ആൻഡ് 1 ചപ്പാത്തി. 94 kilos. ഇത് തോന്നുന്നില്ല സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ലെറ്റ്സ് ബിൽഡ് ഇറ്റ് നൗ. ദ മെയിൻ തിങ് ഇസ് ഡയറ്റ്. ആൾ പറഞ്ഞു ദ മെയിൻ തിങ് ഇസ് ഡയറ്റ്. സോ ഫോക്കസ് ഓൺ യുവർ ഡയറ്റ്. അപ്പോൾ നമ്മൾ ഡയറ്റിൽ ഒരു കുറവ് വർത്തനില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ വ്ളോഗ് കുറേ വലുതായി. ഇനി നാളെ കാണാം. സീ യു ദ നെക്സ്റ്റ് ഡേ.